കബി ഖുഷി കബി ഗം എന്ന് പറയുന്ന ഒരു സിനിമ, ആ ഒരു സിനിമ കരൺ ജോഹർ അതിലേക്ക് കടന്നതിനെ കുറിച്ചും ആർട്ടിസ്റ്റുകളെ എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്യിപ്പിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ തൊട്ട് മുമ്പ് ഒരു എപ്പിസോഡ് ചെയ്തിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആ ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിൻ്റെ രസകരമായിട്ടുള്ള കഥകളും അത് തിയേറ്ററിൽ റിലീസായ ഒരു സമയത്തെ കുറേ പ്രതിസന്ധികളും കുറേ സംവിധായകന് കടന്നുപോയ കുറേ ടെൻഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്നത്. 1999 തന്നെയാണ് കരൺ ജോഹർ ഈ ഒരു സിനിമയുടെ കബി ഖുഷി ഗംത്തിന്റെ എഴുത്തും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അപ്പോൾ 98 കുച്ചു കുച്ചു ഹോത്താ ഹേ റിലീസായ ശേഷം ആണ് പിന്നെ അദ്ദേഹത്തിന്റെ കാസ്റ്റിംഗിലേക്കൊക്കെ പോയത്. അങ്ങനെ അതെല്ലാം ഫിക്സായി 2000 സെപ്റ്റംബറിലാണ് ഇതിന്റെ ഷൂട്ട് തുടങ്ങുന്നത്. അപ്പോൾ അതിനു മുമ്പ്, അതായത് 99 ഋത്തിക്കിനെയും കരീന കപൂറിനെയൊക്കെ ഇതിലോട്ട് കാസ്റ്റ് ചെയ്യുന്നത്. അന്ന് ഇവരുടെ ആദ്യത്തെ സിനിമകൾ റിലീസായിട്ടില്ല. പക്ഷേ ഈ ഒരു സിനിമയുടെ ഷൂട്ട് സെപ്റ്റംബർ 2000 തുടങ്ങുന്ന സമയം എത്തിയപ്പോഴേക്കും ഋത്തിക് റോഷന്റെ കഹോനെ പെർഹെ എന്ന് പറഞ്ഞ ആദ്യത്തെ സിനിമ ആ വർഷം ജനുവരിയിൽ റിലീസായി. അത് സൂപ്പർ ഹിറ്റായി. നമുക്കറിയാം ഋത്തിക് റോഷൻ എന്ന് പറയുന്ന ഒരു നടന്റെ ഒരു വരവും അദ്ദേഹം എന്താ പറയാ, ഇന്ത്യ മുഴുവനും ബോളിവുഡ് ഇൻഡസ്ട്രി തന്നെ ഞെട്ടിച്ച ഒരു താരമായി മാറിയതൊക്കെ ആ ഒരൊറ്റ സിനിമയിലൂടെയാണ്. ആ ഒരു സിനിമയുടെ പാട്ടുകളൊക്കെ നമുക്കറിയാം എത്രത്തോളം ആ ഒരു പാട്ടുകളൊക്കെ എവിടെ കൊണ്ട് ആ സിനിമയിൽ എത്തിച്ചു എന്നുള്ളത്. ആ ഒരു സിനിമ ജനുവരിയിൽ റിലീസായെങ്കിലും ആ ഒരു ഏപ്രിൽ വീണ്ടും അത് റിലീസ് ചെയ്തിരുന്നു. എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊക്കെ തിയേറ്ററിൽ കാണുന്നത് ഏപ്രിലാണത്. ഏപ്രിൽ വീണ്ടും കേരളത്തിൽ ഒന്നുകൂടി ആ ഒരു വെക്കേഷൻ സമയത്ത് ഇറങ്ങിയിരുന്നു. ആ സമയത്തൊക്കെ സ്കൂളിലൊക്കെ പഠിച്ചിരുന്നവർക്കൊക്കെ അറിയാം എത്രത്തോളം ഋത്തിക്കിൻ്റെ ഒക്കെ ആ ഒരു പാട്ടുകളൊക്കെ നമ്മുടെ സ്കൂളിലും കോളേജിലൊക്കെ ട്രെൻഡായിരുന്നു. അപ്പോൾ കരൺ ജോഹർ പറയുന്നത് ഈ ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ ഷാറൂഖ് ഖാനും കജോളുമാണ് താരങ്ങൾ, ഋത്തിക്കിനെയും കരീനേയും ആരും അറിയില്ല. പക്ഷേ ഈ ഒരു സിനിമയുടെ ഷൂട്ട് തുടങ്ങിയ സമയത്ത് ഇപ്പോഴേക്കും ഋത്തിക്കിന്റെ സിനിമ ഒറ്റ സിനിമ കൊണ്ട് ഋത്തിക്ക് ഭയങ്കര സ്റ്റാർ ആവുകയും ഈ പറയുന്ന ഷാറൂഖ് ഖാൻ്റെ ഇടയ്ക്ക് 1-2 സിനിമകൾ അത്ര വലിയ വിജയമല്ലാതെ പോയി. എനിക്ക് തോന്നുന്നു മോഹബത്തേൻ എന്ന തിയേറ്ററിൽ അതിന് മുമ്പ് ഇറങ്ങി അത്ര വലിയ വിജയമല്ലായിരുന്നു തോന്നുന്നു. എന്തായാലും ഇത് കരൺ ജോഹറിന്റെ ഒരു ആത്മകഥയിൽ അധികം എഴുതിയിരുന്നതാണ്. അപ്പോൾ ഷാറൂഖിന്റെ 1-2 സിനിമകൾ അത്ര വലിയ വിജയമല്ലാതെ വന്നതും ഷാറൂഖ് ഖാനെ ചെറിയ രീതിയിൽ ഒന്ന് അപ്സെറ്റ് ആക്കിയിരുന്നു. അതുകൂടാതെ പിന്നെ ഈ പറയുന്ന ഋത്തിക് റോഷന്റെ സിനിമ ഭയങ്കരമായിട്ട് ഹിറ്റായി. അപ്പോൾ കൂടുതൽ മീഡിയാസ് ഒക്കെ ഋത്തിക്കിനെയും ഷാറൂഖ് ഖാനും തമ്മിൽ കമ്പയർ ചെയ്യുകയും ഷാറൂഖ് ഖാന്റെ ഒരു സ്പേസിലോട്ട് ഋത്തിക്ക് വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ള കുറേ ചർച്ചകളൊക്കെ വരുന്നത് അതത്ര ഹെൽത്തി അല്ല എന്നുള്ളത് ഇവർക്ക് തോന്നി. ആ ഒരു ലൊക്കേഷനിലൊക്കെ ഋത്തിക്കിനെ പിന്നെ ഋത്തിക് എന്നൊരു പുതുമുഖം ആയതുകൊണ്ടും സിനിമാ കുടുംബമാണെങ്കിൽ പോലും ഇവരായിട്ടൊന്നും അത്ര അടുപ്പില്ലാത്തതുകൊണ്ട് ഋത്തിക് ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഋത്തിക് അഭിനയിക്കാൻ വരുമ്പോൾ ഋത്തിക്കിന് അങ്ങനെ ആരും കമ്പനിയില്ല. ഷാറൂഖും കജോളും ഓൾറെഡി അവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അവരുടേതായ ഒരു ബോണ്ടിങ് ഒക്കെ ഉണ്ട്. അവർ വേറെ മാറിയിരിക്കുന്നു. പിന്നെ ബച്ചൻ കുടുംബമായിട്ടൊന്നും ഋത്തിക്കിന് അത്ര വലിയ അടുപ്പമില്ല. അപ്പോൾ ഋത്തിക്കിന്റെ ഏറ്റവും അടുപ്പം എന്ന് പറയുന്നത് ഉദയ് ചോപ്രയും പിന്നെ കരൺ ജോഹറാണ്. അപ്പോൾ ഉദയ് ചോപ്ര ഇവരുടെ ഫ്രണ്ടാണ്. നമുക്കറിയാം ഉദയ് ചോപ്ര എന്ന് പറയുന്ന നടനെ കുറിച്ചൊക്കെ. അപ്പോൾ കരൺ ജോഹർ പറഞ്ഞു ഞാനാണ് ഋത്തിക്കിന് കൂടുതൽ കമ്പനി കൊടുത്തത്, ഋത്തിക്കിനെ ഒന്ന് കംഫർട്ടബിൾ ആക്കിയതൊക്കെ. അങ്ങനെ പിന്നെ ഷൂട്ടും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിട്ട് പോയി. ആർക്കും ഒരു ഈഗോ പോലും ആർക്കും ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഇതിൽ ആർക്കാണോ സീൻ കൂടുതൽ ഒന്നുമില്ല. കാരണം എല്ലാവർക്കും തുല്യ പ്രാധാന്യമാണ് അതിൽ. ഒരാൾക്ക് അതായത് ഋത്തിക്കിനും മറ്റേ കരീനയ്ക്കും ഇതിൽ സോങ്സ് ഉണ്ട്, റൊമാൻറ്റിക് സീൻസ് ഉണ്ട്, മാസ് സീൻസ് ഉണ്ട്. ഇപ്പുറത്ത് ഷാറൂഖ് ഖാനും കജോളിനും സോങ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്കറിയാം അതിൽ യു ആർ മൈ സോണിയ എന്ന് പറയുന്ന ഒരു പാട്ട്, ഇപ്പുറത്ത് സൂരജ് അഹമ്മദ് എന്ന് പറയുന്ന ഒരു പാട്ട് ഉണ്ട്. രണ്ടും ഹിറ്റായിരുന്നു. ഇവരുടെ ഒരു ഫാമിലിയുടെ പാട്ടുകളും ഭയങ്കര ഹിറ്റായിരുന്നു. ആ കബി ഖുഷി കബി ഗം എന്ന് പറയുന്ന ആ ഒരു ടൈറ്റിൽ സോങ്ങും ഒക്കെ അന്നൊരു ഭയങ്കര ഒരുപാട് കാസറ്റ് ഒക്കെ വിൽപ്പനൊക്കെ നടന്നു. അന്ന് സി ഡി ഒക്കെ വന്ന സമയമാണ്. സി ഡി ഒരുപാട് നല്ല റെക്കോർഡ് സെയിൽസ് ഒക്കെ ആയിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. അങ്ങനെ ആ ഒരു സിനിമ ഷൂട്ടിംഗ് എല്ലാം തീർത്തു. അപ്പോൾ ഇതിൻ്റെ ഒരു സമയത്ത് 2001 എന്ന് പറയുന്ന ഒരു വർഷം ബോളിവുഡിൽ വന്ന കുറച്ച് മാറ്റങ്ങൾ അത് കരൺ ജോഹർ രസകരമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ഷൂട്ടിംഗ് ഒക്കെ നടന്ന് ഇത് ഇറങ്ങുന്നതിന് മുമ്പ് തിയേറ്ററിൽ ഇറങ്ങിയ സിനിമകളായിരുന്നു ലഗാനും ദിൽ ചാത്താ ഹേ, പിന്നെ ഗദ്ദാർ എന്ന് പറയുന്ന ഒരു സിനിമ. ഇപ്പൊ ഗദ്ദാർ നോക്കുന്ന സണ്ണി ഡിയോളുടെ ആ വർഷത്തെ ഏറ്റവും വലിയൊരു ഹിറ്റ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. അതിന്റെ ഒപ്പമാണ് ലഗാൻ ഇറങ്ങി. അപ്പൊ ലഗാന്റെ ഒരു പ്രിവ്യൂ എന്തോ കാണാൻ പോയി കഴിഞ്ഞപ്പോൾ കരൺ ജോഹർക്ക് ആ സിനിമ വലിയ ഇഷ്ടപ്പെട്ടില്ല. ഇത് ഓടില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ ആ സിനിമ ഇറങ്ങി ലഗാൻ അങ്ങ് വൻ വിജയമായി. അത് മാത്രമല്ല അത് ഒരുപാട് ക്രിട്ടിക്കലി ഭയങ്കര പേര് കിട്ടി, ഓസ്കാറിലേക്ക് സെലക്ട് ചെയ്യുന്നു. അപ്പുറത്ത് ദിൽ ചാത്താ ഹേ ഒരു വേറെ തരത്തിലുള്ള ഒരു സിനിമ, അതായത് ഒരു മോഡേൺ യൂത്തിന്റെ വേറെ തരത്തിലുള്ള, അതായത് കരൺ ജോഹർ കൊണ്ടുവന്നൊരു ട്രെൻഡ് പോലെ വേറൊരു ട്രെൻഡ് കൊണ്ടുവന്നൊരു സിനിമയായിരുന്നു ദിൽ ചാത്താ ഹേ. അപ്പോൾ കരൺ ജോഹർ പറഞ്ഞു എനിക്കൊരു പേടിയായി. കാരണം ലഗാൻ അപ്പുറത്ത് എനിക്ക് കണക്ട് ആവാത്തൊരു സിനിമ ഹിറ്റാവുന്നു, ഇപ്പുറത്ത് ദിൽ ചാത്താ ഹേ ഹിറ്റാവുന്നു. അപ്പോൾ ഞാൻ പോകുന്ന പോക്കും കാര്യങ്ങളും ട്രാക്കൊക്കെ കറക്റ്റ് ആണോ എന്നുള്ളൊരു ടെൻഷനൊക്കെ വന്നു. പക്ഷെ രണ്ടും കൽപ്പിച്ച് പറഞ്ഞ സിനിമ ചെയ്തു. ഡിസംബർ 17 ഇത് ഈദിന് ഒരു 3 ദിവസം മുമ്പ് ഡിസംബർ 14 തിയേറ്ററിൽ ഇറങ്ങുന്നത്. അപ്പോൾ ആ ഒരു സിനിമ ഇറങ്ങുന്ന സമയത്ത് കരൺ ജോഹർ തമാശയായിട്ട് പറഞ്ഞു അച്ഛനും അമ്മയും അന്ന് ഇന്ത്യൻ പ്രസിഡന്റിനെ സിനിമ കാണിക്കാൻ വേണ്ടി പോയി അന്ന്. അപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സിനിമ തിയേറ്ററിൽ അന്ന് ഇറങ്ങുന്ന ദിവസം
വലിയ അഭിപ്രായവും ഇല്ല, വലിയ കളക്ഷനും ഇല്ല. അന്ന് പിന്നെ ഈ മൾട്ടിപ്ലക്സുകളൊന്നൊക്കെ അങ്ങനെ വരുന്നൊരു സമയമാണ്. അധികം ഇല്ല, ശരിക്കും ഇല്ല എന്ന് തന്നെ പറയാം. ഒരു 2005 ശേഷമാണ് ശരിക്കും മൾട്ടിപ്ലക്സുകൾ ഒരു ട്രെൻഡായിട്ട് മാറിയത്. അന്ന് സിംഗിൾ സ്ക്രീൻസ് തന്നെയാണ്, ഒരു 80-90% സ്ക്രീൻസും സിംഗിൾ സ്ക്രീൻസ് തന്നെയാണ്. അപ്പോൾ സിംഗിൾ സ്ക്രീൻസിനൊക്കെ ഒരു 50%, 60% ഒക്കെ ഒക്യുപ്പൻസി ഉള്ളൂ, വലിയ കളക്ഷൻ ഇല്ല. അപ്പോൾ ഫസ്റ്റ് റിവ്യൂ ആ ദിവസം വന്നപ്പോഴും അങ്ങനെ ഒരു മോശം റിവ്യൂ ആയിരുന്നു. ഈ പറഞ്ഞ പോലെ പഴയ പിഞ്ഞ പുതിയ കുപ്പിയിൽ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു അഭിപ്രായമൊക്കെ മോശമായി. സെക്കൻഡ് ഡേയും കളക്ഷൻ ഇല്ല. അപ്പോൾ ഇദ്ദേഹം ആകെ ഡെസ്പടിച്ച് ഇങ്ങനെ കരഞ്ഞ ഞാൻ വീട്ടിൽ ഇരിക്കുന്ന ഒരു സമയം ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനൊരു പാർട്ടിയിലാണ്, ഇവിടെ പിള്ളേരൊക്കെ യു ആർ മൈ സോണിയ എന്ന് പറഞ്ഞ ഒരു പാട്ടൊക്കെ വെച്ച് ഭയങ്കര ഡാൻസാണ്, ഭയങ്കരമായിട്ട് കത്തിക്കേറി എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് ഒരു സന്തോഷം കിട്ടുന്നില്ല. കാരണം ഇങ്ങനെ ഒരാൾ വിളിച്ച് പറഞ്ഞിട്ട് പോലും ഒരു സന്തോഷം കിട്ടുന്നില്ല. അങ്ങനെ ഒരു നിൽക്കുന്ന സമയത്ത് തന്നെ പക്ഷെ ഒരു തിങ്കളാഴ്ചയായി. അപ്പോൾ ഇതിനു മുമ്പ് തന്നെ ആദിത്യ ചോപ്ര, ഇദ്ദേഹത്തിന്റെ സുഹൃത്തൊക്കെ ആദിത്യ ചോപ്ര, അവരും ഇതിന്റെ ഒരു ഡിസ്ട്രിബ്യൂഷനൊക്കെ എടുത്തിരുന്നതാണ്. അപ്പോൾ ഓൾറെഡി കുച്ചു ചോത്താഹിൽ ഉണ്ടാക്കിയ ലാഭവും അല്ലാത്ത കാശൊക്കെ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് ഇവർ ഈ ഒരു സിനിമ, ഇവരുടെ കുടുംബം തന്നെയാണ് അത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സിനിമ അന്ന് 50 കോടിയാണ് ബഡ്ജറ്റ്. കരൺ ജോഹർ പറഞ്ഞ ഇന്ന് ഒരു 2020 കാലഘട്ടങ്ങളിലേക്ക് എത്തിയ 500 കോടി ബഡ്ജറ്റ് എന്ന് പറയുന്ന പോലെയാണ് അന്ന് 50 കോടി ബഡ്ജറ്റ്. ഇത് 6 കോടിയാണ് ഇതിലെല്ലാ താരങ്ങളുടെയും ഒക്കെ കൂടിയുള്ള റെമ്യൂണറേഷൻ. ബാക്കിയൊക്കെ പ്രൊഡക്ഷന് വേണ്ടി ചെലവിട്ടു. അതായത് കുച്ചു ചോത്താഹി കിട്ടിയൊരു കോൺഫിഡൻസ് ഞാൻ ഇതിൽ ഭയങ്കരമായിട്ട് ഓവർ കോൺഫിഡൻസ് വന്നു, അത് ഇതിൽ കൂടെ കുറെ ഇൻവെസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ആദിത്യ ചോപ്ര പറഞ്ഞു പേടിക്കേണ്ട, അപ്പൊ ഇതിപ്പോ ഈദ് ആവുന്നല്ലേ ഉള്ളൂ, ഇപ്പൊ ഒരു മറ്റേ നോമ്പിന്റെ കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതാവട്ടെ, ഈദ് ദിവസം നമുക്ക് മൺഡേ നോക്കാം എന്ന് പറഞ്ഞ് മൺഡേ ഇവര് ആദിത്യ ചോപ്ര തന്നെ വന്ന് ഇവര് കാർ എടുത്തിട്ട് ഇവരെല്ലാവരും കൂടി തിയേറ്ററിലേക്ക് പോകുമ്പോൾ തിയേറ്ററിൽ എത്തുന്ന മുമ്പ് റോഡ് ബ്ലോക്കാണ്. അപ്പോൾ തിയേറ്ററിൽ എത്തിയപ്പോഴാണ് മനസ്സിലായത് അഡ്വാൻസ് ബുക്കിംഗ്, ആ ഒരു ആഴ്ചത്തേക്കുള്ള ഒരു അഡ്വാൻസ് ബുക്കിംഗ് ഓപ്പണായി ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള പ്രേക്ഷകരാണ്. അന്നൊരു ഈവനിങ് ആയപ്പോൾ തന്നെ തിയേറ്ററുകാർ പറഞ്ഞു പടം ബ്ലോക്ക് ബസ്റ്ററാണ്. പിന്നെ ഒന്നും നോക്കാതെ തന്നെ ആ ഒരു സിനിമ ഭയങ്കരമായിട്ട് കളക്ട് ചെയ്തു. അന്ന് ഈ ലഗാൻ എന്ന് പറയുന്ന സിനിമയുടെ ഡബിൾ ബിസിനസ്സാണ് ഈ ഒരു സിനിമ ചെയ്തത്. ഗദ്ദാർ ആ വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായിരുന്ന ഗദ്ദാറിനോടും തന്നെ കളക്ഷനും കബി ഖുഷി കബി ഗം കളക്ട് ചെയ്തു. പിന്നെ അന്ന് അങ്ങനെ അവാർഡ്സ് ഒക്കെ കൂടുതൽ ലഗാനാണ് കളക്ട് ചെയ്തിരുന്നത്. ഇതിന് കബി ഖുഷി കബി ഗം അങ്ങനെ ഭയങ്കര ക്രിട്ടിക്കൽ അക്ലൈം ഒന്നുമല്ല കിട്ടിയത്, പക്ഷെ കളക്ഷൻ വൈസ് അതിനൊരു എന്താ പറയുക, ഒരു നല്ലോണം കളക്ട് ചെയ്തിട്ടുണ്ട്. ഹാപ്പി തന്നെയാണ്. കുറ്റം പറഞ്ഞവരും ഒക്കെ പറഞ്ഞോട്ടെ, പക്ഷെ എനിക്ക് ആ ഒരു സിനിമ എത്തേണ്ടടുത്ത് എത്തി, പ്രേക്ഷകർ സ്വീകരിച്ചു. പിന്നെ അദ്ദേഹം പറഞ്ഞത് ഇപ്പോഴും 2 വർഷം കൂടുമ്പോൾ അതിൻ്റെ ഏതെങ്കിലും ഒരു റൈറ്റ്സ് പുതുക്കലോ അല്ലെങ്കിൽ അതിൻ്റെ വീണ്ടും വേറെ ഏതെങ്കിലും ഒരു റൈറ്റ്സ് വാങ്ങാൻ ആരെങ്കിലും വരികയൊക്കെ ആയിട്ട് ഇപ്പോഴും അതെന്നുള്ള ഒരു വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുക എന്നാണ് പറയുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിനിമ കുച്ചു ചോത്താഹി പോലെ തന്നെ ഈ ഒരു സിനിമ ഭയങ്കരമായിട്ട് വിജയിച്ചതിൽ ഭയങ്കര സന്തോഷമായി. അത് കഴിഞ്ഞാണ് അദ്ദേഹം പിന്നെ അടുത്തൊരു സിനിമയിലേക്ക് കടന്നത്. അപ്പോൾ അതെ, ഈ പറഞ്ഞ പോലെ കരൺ ജോഹറിന്റെ സിനിമകളെ കുറിച്ചുള്ള നമുക്ക് അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് മറ്റൊരു സിനിമയെ കുറിച്ചുള്ള ഡിസ്കഷനായിട്ട് നമുക്ക് കാണാം.